നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 മെയ് മാസത്തെ പുണർദം നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പുണർദം നക്ഷത്ര ആദ്യത്തെ 45 നാഴിക വരുന്നത് മിഥുനക്കൂറിലും ശേഷം 15 നാഴിക വരുന്നത് കർക്കിടകക്കൂറിലുമാണ്. അപ്പോൾ മിഥുനക്കൂറുകാർക്ക് ജന്മത്തിലാണ് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്നത്. ഇപ്പോൾ ജന്മരാമ വനേ ദുഃഖം എന്ന് പറയുന്നൊരു യോഗമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രീരാമചന്ദ്രൻ വനവാസത്തിന് പോലെയുള്ളൊരവസ്ഥ. കാരണം നമ്മൾ അന്വേഷിക്കുന്നത് എന്താണ്, എവിടെ ചെന്നാൽ കണ്ടെത്താൻ പറ്റും, എന്ത് ചെയ്യണം അതിന് വേണ്ടിയിട്ട് എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ചും കൃത്യമായിട്ടൊരു തീരുമാനമെടുക്കാൻ പറ്റാത്തൊരു സമയമായിരിക്കും ജന്മവ്യാഴം. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടിയാണ് കടക്കുന്നു പോകുന്നതെങ്കിലും 12ാം വ്യാഴത്തേക്കാൾ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ യോഗമുള്ളതുകൊണ്ട് ഈ വരുന്ന മെയ് മാസം 14-ാം തീയതിക്ക് ശേഷം ജന്മത്തിലേക്ക് വ്യാഴം മാറിക്കഴിയുമ്പോൾ കാര്യങ്ങൾ ഒരുവിധം അനുകൂലമായിരിക്കുന്ന രീതിയിലേക്ക് വരും. കാരണം പഞ്ചമഹാപുരുഷത്തിലെ മാളവയോഗം ചെയ്തിട്ട് ശുക്രൻ ഉച്ച ബലവാനായി ലഗ്നത്തിൻ്റെ 10ാം ഭാവത്തിലുണ്ട്. അതേപോലെ തന്നെ കർമ്മസ്ഥാനത്ത് രാഹുകേതുക്കളുടെ ബന്ധനാവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ ആ രാഹുവും കൂടി മാറും. അപ്പോൾ രാഹുവിൻ്റെ മാറ്റം കൂടി വന്നു കഴിയുമ്പം നല്ല രീതിയിലുള്ള അനുകൂലാവസ്ഥ, അതായത് മെയ് മാസം 19-ാം തീയതിക്ക് ശേഷം കർമ്മസംബന്ധമായിട്ട് നല്ല ഉയർച്ചയും അഭിവൃദ്ധിയും ഉണ്ടാകാനായിട്ട് യോഗമുണ്ട്. 14-ാം തീയതി വരെ സൂര്യൻ നിൽക്കുന്നത് സർവാഭിഷ്ടസ്ഥാനത്താണ്, ഇഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത്. പക്ഷേ 14-ാം തീയതിക്ക് ശേഷം 12ാം ഭാവത്തിലേക്ക് സൂര്യൻ മാറും. അപ്പോൾ 12ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ അനാവശ്യമായ യാത്രകൾ കൊണ്ടുള്ള ക്ഷീണം ഉണ്ടാക്കുകയും സാമ്പത്തികമായിട്ടുള്ള ചെലവ് വർദ്ധിപ്പിക്കുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല 2ാം ഭാവത്തിൽ ചൊവ്വയാണ്. അപ്പോൾ 2ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വയ്ക്ക് നീചാവസ്ഥയുണ്ട്, ശത്രുസ്ഥാനാധിപതിയാണ്. അപ്പോൾ സാമ്പത്തിക വിഷയത്തിൽ ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ അനുഭവപ്പെടാനുള്ള സാധ്യത കൂടുതലായിട്ടുള്ള ഒരു മാസമാണ്. ഒരു പാപ മധ്യസ്ഥിതി എന്ന് പറയുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. അതായത് നമ്മൾ എന്താഗ്രഹിച്ചാലും ആ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടപ്പാകേണ്ട സമയത്ത് എന്തെങ്കിലും തടസ്സം വരിക എന്ന് പറയുന്ന ഒരവസ്ഥ. ഒരു വഴിക്ക് പോകാനായിട്ട് കാത്തിരുന്നാൽ ആ ദിവസം ഡേറ്റ് വരുമ്പോഴത്തേക്കും പ്രതീക്ഷിക്കാത്ത മറ്റെന്തെങ്കിലും വിഷയം വരും, ഈ നമ്മൾ പോകണം വിചാരിച്ച് ബ്ലോക്ക് ആവും. അപ്പോൾ അങ്ങനെയുള്ളൊരു പാപമധ്യസ്ഥിതി എന്ന് പറയുന്നൊരു യോഗം കൂടിയുണ്ട്. അപ്പോൾ അത് കാരണം ശിവക്ഷേത്രത്തിലും ദേവീക്ഷേത്രത്തിലും യഥാശക്തി വഴിപാട് ചെയ്ത് നല്ല പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അനുകൂലാവസ്ഥ ഉണ്ടാവുള്ളൂ. ചെലവ് വർദ്ധിക്കാതിരിക്കാനും വരുമാനം കുറയാതിരിക്കാനും ആയിട്ട് ചെയ്യേണ്ടതും ശിവക്ഷേത്രത്തിലും ദേവീക്ഷേത്രത്തിലും യഥാശക്തി വഴിപാടാണ്. മാത്രമല്ല സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. നിന്നാഭ്യഭാഷി എന്ന് പറയുന്ന യോഗം ചെയ്തിട്ടാണ് 2ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ കുറയാനുള്ള സാധ്യതയുണ്ട്. നല്ല ഉദ്ദേശത്തോടുകൂടി സംസാരിച്ചാലും ചില സമയത്ത് കേൾക്കുന്നവർക്ക് അപ്രിയമായി തോന്നാനുള്ള സാധ്യതയുണ്ട്. ഭാതൃകദേശ ശൗര്യം എന്ന് പറയുന്ന യോഗമുണ്ട്. സഹായിക്കേണ്ട വ്യക്തികൾ, സഹോദര സ്ഥാനത്തുള്ള വ്യക്തികളുടെ പെരുമാറ്റം ചിലപ്പം അപ്രിയമായി തോന്നാനുള്ള സാധ്യതയുണ്ട്. പിതൃസ്ഥാനീയരായിരിക്കുന്ന വ്യക്തികൾക്ക് രോഗാവസ്ഥ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക, അതല്ലെങ്കിൽ പരസ്പരം ചേർച്ചക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതുകാരണം വിഷ്ണു ക്ഷേത്രത്തിലും യഥാശക്തി വഴിപാട് ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.